ഗൈസ്, അപ്പൊ നമ്മുടെ ഓണൊക്കെ കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴാണ് ഓണത്തിന്റെ വീഡിയോ ആയിട്ട് വന്നത്. ഇത് എന്റെ വീട്ടിലിട്ട് ചെറിയൊരു പൂക്കളാണ് കേട്ടോ ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഒരു ബിലേറ്റഡ് ഓണം വിഷസ്. അപ്പൊ ഞാൻ ഓണത്തിന്റെ അന്നത്തെ ദിവസം നമ്മൾ എല്ലാവരും കൂടിയിട്ട് വെല്ലിച്ചിന്റെ വീട്ടിലായിരുന്നു കേട്ടോ ഇത്തവണത്തെ ഓണം സെലിബ്രേഷൻ. അപ്പൊ അങ്ങോട്ടേക്ക് പോവുകയാണ് തിരുവോണത്തിന്റെ അന്ന്. അമ്മ, അനീത്തി, അച്ഛമ്മ, പിന്നെ അമ്മായി, അമ്മാവൻ എല്ലാവരും ഉണ്ട്. അപ്പൊ അമ്മായിയുടെ അമ്മാന്റെയും കാറിലാണ് കേട്ടോ നമ്മളിപ്പോ ഫ്ലാറ്റിലേക്ക് പോകുന്നത്. വെല്ലിച്ചൻ ആലുവയിലെ ഫ്ലാറ്റിലാണ് കേട്ടോ താമസിക്കുന്നത്. അങ്ങനെ നമ്മൾ വെല്ലിച്ചിന്റെ ഫ്ലാറ്റിലെത്തി. ഫ്ലാറ്റ് കൺസ്ട്രക്ട് ചെയ്താണെങ്കിലും വെല്ലിച്ചൻ തന്നെയാണ് കേട്ടോ. അതിലൊരു ഇതാണ് വെല്ലിച്ചന്റെ. അപ്പൊ നമ്മളങ്ങനെ മുകളിലെത്തിയ സമയത്ത് എല്ലാവരും ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ. പൂക്കളിടാനായിട്ടുള്ള പ്രിപ്പറേഷൻസിലായിരുന്നു എല്ലാവരും. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇതേ ബാൽക്കണി ആട്ടോ. ബാൽക്കണിയിലെ ചെടികളൊക്കെ കാണാൻ നല്ല രസമില്ലേ. ഏറ്റവും മുകളിലത്തെ ഇതായതുകൊണ്ട് തന്നെ നല്ല രസമാണ്. അവിടെ ഭയങ്കര കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഒരു സൈഡിൽ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ പണികളൊക്കെ തുടങ്ങി. അങ്ങനെ സിന്ധുവല്യമ്മയാണെങ്കിൽ ഫുൾ അടുക്കളയിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. നമ്മൾ ബാക്കി എല്ലാവരും ഫുൾ പൂക്കളത്തിന്റെ പ്രിപ്പറേഷൻസിൽ ഇങ്ങനെ മുഴുകിയിരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കളർ കോമ്പിനേഷൻസ് ഒക്കെ നമ്മൾ എങ്ങനെയൊക്കെയോ ഉള്ള പൂക്കളൊക്കെ വെച്ച് സെറ്റ് ആക്കിട്ടോ. അമ്മായി, ഞാൻ, ശ്യാം, സച്ചു, സഞ്ജു, നവ്യ എല്ലാവരും പോണു. അച്ഛമ്മ അവിടെ ജസ്റ്റ് അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ശ്രീമാമനാണെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്തത്. വെല്ലിച്ചൻ ഇപ്പൊ കുറച്ച് അർജന്റായിട്ട് പുറത്തു പോകേണ്ടി വന്നിട്ട് ഇതേ തിരിച്ചിപ്പോ എത്തിയുള്ളൂ. അപ്പൊ നവ്യാണെങ്കിൽ തൃക്കാക്കരപ്പിന് നമ്മുടെ പൂവുണ്ടല്ലോ, റോസാപ്പൂ വെച്ച് കുത്തി വെച്ചപ്പോ അത് സെറ്റായി നല്ല ഭംഗി ഉണ്ടായിട്ടോ. അങ്ങനെ ഫൈനൽ ലുക്ക് എടുക്കാൻ വേണ്ടി ഞാൻ പുറത്തുനിന്നേ ഒരു വീഡിയോ എടുത്ത് വന്നതാണ് ഗൈസ്. ഇതാണ് നമ്മുടെ സ്വന്തം പൂക്കളം. എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബിലോ. അങ്ങനെ നമ്മുടെ പൂക്കളം അതൊക്കെ കണ്ടു കഴിഞ്ഞ് ലാസ്റ്റിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. ഇത് ആക്ച്വലി ഫസ്റ്റിന് വാതിൽ തുറന്നപ്പോൾ രംഗം ഇതായിരുന്നു. അവിടെ ചൂലൊക്കെ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും പോയിട്ട് 2ാമത് വീഡിയോ എടുത്താണ് ആദ്യം ഇട്ടത്. അങ്ങനത്തെ സദ്യയുടെ പ്രിപ്പറേഷൻസ് അതിലേക്ക് അവിടെ ഇടായിരുന്നു. സഞ്ജു ഫോട്ടോ എന്ന് വെച്ച് പോസ്റ്റ് ചെയ്താണ് കേട്ടോ. അച്ഛമ്മയും സഞ്ജും കൂടി അവിടെ ഇരിക്കണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആ ഒരു ഹോൾ തന്നെ കാണാനായിട്ട് ഓവറോൾ അടിപൊളിയായിട്ടില്ലേ. എല്ലാം കൂടി വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ നമ്മുടെ കൃഷ്ണനും ഇവിടെ മാലയൊക്കെ ഇട്ട് സുന്ദരനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സദ്യയൊക്കെ തുടങ്ങിയത് എന്റെ അമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അമ്മയുണ്ടായിരുന്നു പൂവൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യാൻ. എല്ലാരും ഞാൻ പറഞ്ഞ പോലെ തന്നെ പൂക്കളം ഇട്ടു. ഞാൻ ധന്യനെ. ഓ താങ്ക് യു കഴിച്ചോളൂ. പിന്നെ കേട്ടില്ലേ ഗൈസ്, അങ്ങനെ രസകരമായ കുറച്ച് സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിക്കണേന്റെ ഇടയിൽ. പിന്നെ എല്ലാവരും സദ്യ എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2-3 പായസമൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഞാൻ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രീമാമനാണ് നമുക്ക് ഈ വീഡിയോ എടുത്തത്. അത് നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ എന്താ പറയാ, അങ്ങനെ നല്ലൊരു ഓണമായിരുന്നു. ഓണസദ്യയായിരുന്നു. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും ഫ്ലാറ്റായി ഓരോ സ്ഥലത്ത്. വെല്ലിച്ചനൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഫ്ലാറ്റായി. അങ്ങനെ നവ്യ സച്ചു കൂടി എന്തൊക്കെയോ ഭയങ്കര സംസാരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങിയിട്ട് അവിടെ നിന്ന്. അപ്പൊ ഞാനെന്ത് എന്റെ അനിയത്തി അമ്മയും കൂടി പാലക്കാട് പോകാൻ കാണുന്നത്. എന്റെ അച്ഛൻ മുമ്പ് വർക്ക് ചെയ്ത് സലോൺ ഹോട്ടൽക്ക് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ പാലക്കാട് ബസ് സ്റ്റോപ്പിൽ എത്തി. അങ്ങനെ വീട്ടിലേക്ക് പോവേണ് അമ്മൂമ്മ അച്ഛനെയൊക്കെ കാണാൻ. അപ്പൊ അത്രയുള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.